ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ബൈബിൾ ഈസ് എ പ്രോ ലൈഫ് ബുക്ക്. എല്ലാവരും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം അതാണ്. പ്രോ ലൈഫ് ആയിട്ടുള്ള നിലപാടും ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും എല്ലാം നൽകുന്നത് ബൈബിളാണ്. അവർ ഗോഡ് ഈസ് എ പ്രോ ലൈഫ് ഗോഡ്. ഇന്നത്തെ ദിവസം നമ്മളിതിനു വേണ്ടി തിരുനാൾ ദിവസം ഇന്നലെ പ്രോ ലൈഫ് ദിനമായിട്ട് തിരഞ്ഞെടുത്തതും ആ ഒരു കാര്യം കൊണ്ടാണ്. നല്ല ഒരു കുടുംബം എങ്ങനെ രൂപീകരിക്കണമെന്ന് പരിശുദ്ധ അമ്മയും മാറിയ യോസേപ്പും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഡൈവോഴ്സിൻ്റെ കാലമാണ്, പിരിഞ്ഞു പോകലിൻ്റെ കാലമാണ്. പിരിഞ്ഞു പോകാൻ അവർക്കും അവസരമുണ്ടായിരുന്നു. ഒരു ദുർബല നിമിഷത്തിൽ യോസേപ്പും ചിന്തിച്ചിരുന്നു, രഹസ്യമായിട്ട് ഉപേക്ഷിച്ചാലോ എന്ന്. കാരണം ഭാര്യ ഗർഭിണിയായിട്ട് കാണപ്പെട്ടു. അതിനേക്കാൾ വലിയ കാരണം വിവാഹം പിരിയാൻ മറ്റൊന്നും വേണ്ടല്ലോ. മറിയത്തിനും വേണമെങ്കിൽ പിരിയാമായിരുന്നു. എൻ്റെ ഉദരത്തിൽ ദൈവമാണ്, നിങ്ങൾ വലിയ അഭിപ്രായമൊന്നും പറയണ്ട, എൻ്റെ ഉദരത്തിൽ ദൈവമാണ്, വേണേ പിരിഞ്ഞേക്കാം, നിങ്ങൾ പാടിന് പോകും എന്ന് വേണമെങ്കിൽ മറിയത്തിനും പറയാമായിരുന്നു. പക്ഷേ അവർ രണ്ടുപേരും എടുത്ത നിലപാടാണ് പ്രോ ലൈഫിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അവർ രണ്ടുപേരും ആ കുഞ്ഞിനെക്കുറിച്ച് ഓർത്ത് ആ കുഞ്ഞിലേക്ക് അവരുടെ രണ്ടുപേരുടെയും ചിന്തകൾ അവർ കൺവേർജ് ചെയ്തു. അതാണ് ഓരോ വീടിനുള്ളിലും സംഭവിക്കേണ്ടത്. എവിടെയൊക്കെ മാതാപിതാക്കൾ അവരുടെ കുട്ടികളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുന്നുവോ അവിടെയെല്ലാം പ്രോ ലൈഫ് നിലപാടാണ്. അവിടെയെല്ലാം നല്ല കുഞ്ഞുങ്ങളുണ്ടാകും, കുട്ടികളുടെ സമൃദ്ധി ഉണ്ടാകും, സ്നേഹമുണ്ടാകും, അവിടെ മദ്യപാനം ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളിലേക്കാണ് ഈ ദിവസം നമ്മെ കൊണ്ട് എത്തിക്കുന്നത്. അതുപോലെ തന്നെ പുൾട്ടൻഷീൻ ഒരിക്കൽ പറഞ്ഞു, യോസേപ്പിതാവ് അവർ കല്യാണമൊക്കെ കഴിച്ചപ്പം 18, 19, 20 വയസ്സേ ഉള്ളൂ. നമ്മൾ യോസേപ്പിതാവിൻ്റെ സ്റ്റാച്ചുവും രൂപവും ഒക്കെ വെക്കുന്നത് ഒരു 80, 85 വയസ്സുള്ള ഒരാളിൻ്റേതാണ്. പുൾട്ടൻഷീൻ പറഞ്ഞു, അങ്ങനെ നിർജീവനായ ഒരാളല്ല യോസേപ്പിതാവ്. അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ സ്റ്റാച്യു കണ്ട് 80 കവിഞ്ഞ ആളുകളെ മാത്രമേ വൈദികരാക്കാൻ സഭ തീരുമാനിക്കുള്ളൂ എന്ന് ഏതെങ്കിലും കാലത്തിൽ പറഞ്ഞാൽ സഭ അന്ന് തീർന്നു. അദ്ദേഹം പറഞ്ഞ അതാണ്. വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള, ആക്റ്റീവായിട്ടുള്ള, വിറുലയിലായിട്ടുള്ള ആളുകളാണ് വൈദികരാകാൻ വരേണ്ടത്. അവർ ടൈം ചെയ്യേണ്ടത് അവരുടെ വികാരങ്ങളെയാണ്, അവർ നിയന്ത്രിക്കേണ്ടത് അവരുടെ ശരീരത്തെയാണ്. അപ്പോഴാണ് അവിടെ ജീവൻ്റെ നേർക്കുള്ള മറ്റൊരു സമർപ്പണത്തിൻ്റെ നിലപാട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥവും ഈ തിരുനാളിൻ്റെ സന്ദേശവും നമ്മൾ നോക്കുമ്പോൾ ഈ പ്രോ ലൈഫ് നമുക്ക് വളരെ താല്പര്യപൂർവ്വം നമ്മൾ ഉള്ളിലെടുക്കേണ്ട ദിവസമാണ്, ചിന്തയാണ് എന്ന് നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഒരു ഗ്രന്ഥകാരൻ ഒരിക്കൽ പറഞ്ഞു വെച്ചു, എ മാൻ ഈസ് നത്തിങ് വിതൗട്ട് എ വുമൺ. എ വുമൺ ഈസ് നത്തിങ് വിതൗട്ട് എ മാൻ. ബോത്ത് ആർ നത്തിങ് വിതൗട്ട് ചിൽഡ്രൻ. ബോത്ത് ആർ നത്തിങ് വിതൗട്ട് ചിൽഡ്രൻ. അതാണ് പ്രോ ലൈഫിൻ്റെ, കുടുംബത്തിൻ്റെ പ്രാധാന്യം, കുട്ടികളുടെ പ്രാധാന്യം, കുട്ടികളുടെ സമൃദ്ധിയിൽ നമ്മളെങ്ങനെയാണ് സന്തോഷിക്കേണ്ടത് എന്നതിൻ്റെ പ്രത്യേകത. എവറി ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ആൻഡ് യു ഹാവ് സംതിങ് യുണീക്ക് ടു കോൺട്രിബ്യൂട്ട് ടു ദ വേൾഡ്. ഫ്രാൻസിസ് പരിശുദ്ധ പിതാവിൻ്റെ ചിന്തയതാണ്. ഓരോ
വ്യക്തിയുടെയും ജീവൻ യുണീക്കാണ്. നമുക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും തനിമയുള്ളത് ഈ ലോകത്തിന് കൊടുക്കാനുണ്ട്. അബോർഷൻ ഡസ് നോട്ട് കിൽ എ പൊട്ടൻഷ്യൽ ഹ്യൂമൻ പേഴ്സൺ, ഇറ്റ് കിൽസ് എ ഹ്യൂമൻ പേഴ്സൺ വിത്ത് ഗ്രേറ്റ് പൊട്ടൻഷ്യൽ. അതാണ് സത്യം. അബോർഷൻ ഡസ് നോട്ട് kill a potential human person, it kills a human person with great potential. നമ്മളെന്നും കൽപ്പനകൾ പാലിക്കുന്നവരാണ്. ഏത് കൽപ്പനയാണ്? കൊല്ലരുത്, കൊല്ലരുത്. അതാണ് പ്രോ ലൈഫ്. പ്രോ ലൈഫ് എന്ന കാര്യത്തിൽ നമ്മൾ ആദ്യം പാലിക്കേണ്ടത് ദൈവം തന്ന ഈ കൽപ്പനയാണ്. നമ്മൾ പാലിക്കേണ്ടതും ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടതും അതാണ്. അബോർഷൻ ഈസ് ദ അൾട്ടിമേറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് എ വുമൺ. ഒരു സ്ത്രീയെ പരിഹസിക്കാവുന്നതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ രൂപമാണ് അബോർഷൻ എന്ന് പറയുന്നത്. അബോർഷൻ കിൽസ് ട്വൈസ്. 2 തവണ 2 കൊല നടത്തുകയാണ്. ഇറ്റ് കിൽസ് ദ ബോഡി ഓഫ് ദ ബേബി ആൻഡ് ഇറ്റ് കിൽസ് ദ കോൺഷ്യൻസ് ഓഫ് ദ മദർ. ഒരമ്മയുടെ മനസാക്ഷിയെ അത് കൊല്ലുന്നു, ഒരു കുഞ്ഞിൻ്റെ ശരീരത്തെ അത് കൊല്ലുന്നു. അങ്ങനെ 2 കൊലകൾ നടത്തുമ്പോഴാണ് നമ്മൾ ഒരു അബോർഷൻ എന്ന തിന്മ ചെയ്യുന്നത്. നമ്മൾ വളരെയേറെ കാര്യഗൗരവത്തോടുകൂടി പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട വിഷയമാണ്. ഇന്നിവിടെ രാവിലെ മുതൽ നിങ്ങൾ പഠിച്ചതും സംസാരിച്ചതുമെല്ലാം. ശക്തമായ ഒരു കുടുംബത്തിൻ്റെ അടിത്തറ എന്താണ് നമ്മളിവിടെ പറഞ്ഞതെല്ലാം എന്ന് ഞാൻ കരുതുകയാണ്. കുടുംബ ഭദ്രത, കുടുംബത്തിൻ്റെ ആധികാരികത, മാതാപിതാക്കളുടെ പ്രത്യേകത, രക്ഷാകർതൃത്വത്തിൻ്റെ പ്രാധാന്യം, കുടുംബ പ്രാർത്ഥന, കുടുംബത്തിലെ പ്രത്യാശ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചെല്ലാം നമ്മുടെ ഈ ശൈലിയിരിക്കുന്ന ഈ സാബു എഴുതിയിട്ടുണ്ട്. ദീർഘമായ ലേഖനങ്ങൾ, വിപുലമായ ലേഖനങ്ങൾ. അദ്ദേഹം തന്നെ പത്രപ്രവർത്തകനാണ്. വളരെയേറെ വർഷങ്ങൾ ഇതിൻ്റെ ചുമതല വ്യത്യസ്ത നിലപാടുകളിൽ ചെയ്തിട്ടുള്ള ആളാണ്. ആ ജീവിതവും പ്രവർത്തനവും ഒക്കെ നമുക്ക് വളരെയേറെ മാതൃകയാകേണ്ടതാണ്. ഈ മേഖലയിൽ നമ്മൾ വായിച്ചിരിക്കേണ്ട കാര്യം എന്താണ്? സുരക്ഷിത ജീവിതം എന്താണ്? ശക്തമായ കുടുംബം എന്താണ്? പ്രത്യാശ നിറഞ്ഞ കുടുംബം എന്താണ്? ജീവൻ്റെ ഉത്സവം, മഹോത്സവം എന്താണ് എന്നൊക്കെ ഉള്ള കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ദീർഘമായ ലേഖനങ്ങൾ എഴുതുകയും ഈ സഭാ സമൂഹത്തെ പഠിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഈ ഇത്തരം കൂടി വരവിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മൾ ജീവൻ എന്ന് പറയുന്നത് ഇന്ന് വാസ്തവത്തിൽ മദ്യം, മയക്കുമരുന്ന് വഴിയെല്ലാം നഷ്ടപ്പെടുന്ന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളുടെ ജീവൻ്റെ തകർച്ചയാണ്. ലത്തീൻ ഭാഷയിലൊരു പഴഞ്ചൊല്ലുണ്ട്, എ സ്പീറോ എ സ്പേറോ. സ്പീറോ, ഐ റെസ്പിരേറ്റ്, ഞാൻ ശ്വസിക്കുന്നു, എന്നിലൊരു വായുവുണ്ട്. സ്പീറോ, സ്പേറോ, ദെർഫോർ ഐ ഹോപ്പ്, എന്നിലൊരു ശ്വാസമെടുക്കാനുള്ള ഒരു ശക്തിയുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കുന്നു, അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു, അതുകൊണ്ട് ഞാൻ മോക്ഷത്തെക്കുറിച്ച് ഉള്ള ചിന്തകൾ കൊണ്ടു നടക്കുന്നു എന്ന്. ഇന്ന് വാസ്തവത്തിൽ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നമ്മൾ നേരിടുന്നത് ഈ മദ്യം, മയക്കുമരുന്ന് മേഖലകളിലാണ്. കുടുംബങ്ങൾ ന്യൂക്ലിയർ കുടുംബങ്ങളായി മാറിയപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ കെട്ടുറപ്പും ഇഴയടുപ്പങ്ങളും കുറഞ്ഞു. ഇവിടെ പറഞ്ഞല്ലോ, നമ്മൾ 8-10 പിള്ളേർ, മാതാപിതാക്കൾ, വല്യപ്പൻ, വല്യമ്മ, അങ്ങനെയുള്ള വലിയൊരു സമൂഹത്തിൽ
വളർന്ന് വന്നവരാണ്. ഒരമ്മ പള്ളിയിലേക്ക് വരുന്നത് ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ടായിരിക്കാം, മറ്റൊരു കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ടായിരിക്കാം, മറ്റൊരു കുഞ്ഞിനെ തോളിലിട്ടുകൊണ്ടായിരിക്കാം. അതാണ് കുടുംബത്തിൻ്റെ ഐഡൻറ്റിറ്റി, അതാണ് സഭയുടെ ഭാവി, അതാണ് പ്രോ ലൈഫ് എന്ന ആ പ്രഖ്യാപനം തന്നെ. അങ്ങനെ ദേവാലയത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന അമ്മമാരാണ് നമ്മളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് നമ്മൾ തിരിച്ചറിയണം. സർക്കാരുകളുടെ നിയമങ്ങളും പോളിസികളും കുടുംബങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചു തുടങ്ങിയതിൻ്റെ ഭാഗമായി 1970 മുതൽ രാജ്യത്തെ പകുതിയിലധികം കുടുംബങ്ങളും അണുകുടുംബങ്ങളായി മാറി. വലിയ ഒരു റാഡിക്കൽ ചേഞ്ചായിരുന്നു അത്. ഒറ്റപ്പെടലിൻ്റെ വേദനകളുമായി കഴിഞ്ഞ് മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ പേര് ലഹരിയിൽ അഭയം തേടുന്ന സംഭവങ്ങളും അനേകം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങളിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞപ്പോൾ മാതാപിതാക്കളിൽ അവരോടുള്ള പൊസസീവ്നെസ്സും വർദ്ധിച്ചു. മാതാപിതാക്കൾ തിരക്കിട്ട ഓട്ടത്തിലാകുമ്പോൾ കുട്ടികൾക്ക് കുടുംബത്തിൽ സംവദിക്കാനും കളിചിരികളുമായി നടക്കാനും ആരുമില്ലെന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. കൂടുതൽ കുട്ടികൾ ഉള്ള കുടുംബങ്ങൾ ഇതിന് പരിഹാരമാണെന്ന വസ്തുതയും ഇപ്പോഴും നിലനിൽക്കുന്നു. വീടുകളിൽ സംസാരവും ഒത്തുചേരലുകളും കുറഞ്ഞതും കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. മാതാപിതാക്കളും ഒഴിവ് സമയങ്ങളിൽ സോഷ്യൽ മീഡിയയിലേക്ക് മുഖം ചേർക്കുമ്പോൾ കുട്ടികൾ അവരുടേതായ ലോകത്തേക്ക് മാറി ചിന്തിച്ച് തുടങ്ങി. മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് തൻ്റെ കുട്ടികളോട് ചേർന്നിരിക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. അതാണ് തിരുക്കുടുംബം നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും അടിസ്ഥാനപരമായ യാഥാർത്ഥ്യമെന്ന് നമ്മൾ തിരിച്ചറിയണം. ലഹരി ആകുന്ന വ്യാളി ഇന്ന് പുതുതലമുറയുടെ കഴുത്തോളം എത്തിക്കഴിഞ്ഞു. ഇനി അല്പം കൂടെ ഉള്ളൂ മുങ്ങി താടാനായിട്ട്. രാസ ലഹരി വസ്തുക്കളോട് വളരെ ശക്തമായ നിലപാട് സർക്കാരും വ്യക്തികളും കുടുംബങ്ങളും എല്ലാം എടുത്തില്ലെങ്കിൽ വമ്പൻ വിപത്താണ് നമുക്ക് വരാനിരിക്കുന്നത്. മഞ്ഞ് ഉരുകി തുടങ്ങിയിട്ടേ ഉള്ളൂ, മല ഇടിഞ്ഞ് വീഴാൻ തുടങ്ങുന്നതേ ഉള്ളൂ. എത്രയോ രാജ്യങ്ങളാണ് മയക്കുമരുന്ന് വഴി ബലഹീനമായി പോയത്, സംസാരിക്കാൻ ശേഷിയില്ലാതെ പോയത്, ബുദ്ധിപരമായ തീരുമാനങ്ങളും സമീപനങ്ങളും എടുക്കാൻ പറ്റാതെ പോകുന്നത്. എത്രയോ പദ്ധതികളാണ് പല രാജ്യങ്ങളിലും നഷ്ടപ്പെട്ടു പോയത്. കാരണം മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കളെല്ലാം ഈ മയക്കുമരുന്നിന് അടിമകളായിപ്പോയി. കുട്ടിയുടെ പ്രായവും ജീവിക്കുന്ന കാലവും മനസ്സിലാക്കി വേണം മാതാപിതാക്കൾ പെരുമാറാൻ. അവരുടെ മനസ്സിനെ മുറിപ്പെടുത്താതെ അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മാതാപിതാക്കൾ ശ്രമിക്കുകയും ചെയ്യണം. ലഹരി മാഫിയ ചുറ്റുമുണ്ട് എന്ന ജാഗ്രത മാതാപിതാക്കളിൽ കൂടുതലായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്, അച്ഛന്മാരിൽ കൂടുതലായിട്ടുണ്ടാകേണ്ടതുണ്ട്, സമർപ്പിതരിലും ഉണ്ടാകേണ്ടതുണ്ട്. അച്ഛന്മാരുടെ ഹൃദയം ഇടവകയിലെ ജനങ്ങളുടെ ഹൃദയത്തിലാണെങ്കിൽ ഒരുപാട് പരിക്കുകൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സമർപ്പിതരുടെ ശുശ്രൂഷ സാധാരണ ജനങ്ങളുടെ ഇടയിലാണെങ്കിൽ ഒരുപാട് തിന്മകൾ മാറ്റിയെടുക്കാൻ പറ്റും. സർക്കാർ അയഞ്ഞു കൊടുക്കുന്നത് അവർക്ക് ലാഭത്തിന് വേണ്ടിയാണ്. അവർക്കറിയാം ഇത് വലിയ ദുരന്തമാണെന്നും ഇത് തിന്മയാണെന്നും ഒക്കെ അവർക്കും അറിയാം. പക്ഷേ അവർ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത നോക്കി എങ്ങനെയാണ് പണം കൂടുതൽ ഉണ്ടാക്കാവുന്നത് എന്ന കാര്യം നോക്കി മാത്രം പ്രവർത്തിക്കുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കുട്ടികൾ എവിടെ പോകുന്നു, എപ്പോൾ വരുന്നു, അവരുടെ കൂട്ടുകാരാരാണ്, അവരുടെ ബാഗിൽ എന്തുണ്ട്, അവർ കഴിക്കുന്ന മിഠായികൾ ഏത് വിധത്തിലുള്ളതാണ് തുടങ്ങിയതെല്ലാം മാതാപിതാക്കളും സഹോദരീ സഹോദരങ്ങളും എല്ലാം പരിശോധിക്കണം. ഇടവകയിൽ ജാഗ്രതാ സമിതികൾ വേണം. വൈദികർ കൂടുതലായിട്ട് ജാഗ്രത പുലർത്തണം.
നമ്മളുടെ കുഞ്ഞുങ്ങളാണ് നഷ്ടപ്പെടുന്നത്, നമ്മുടെ കുട്ടികളാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഈ മാരകമായ വിപത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ സമുദായത്തെയും വിശാല സമൂഹത്തെയും രക്ഷിക്കേണ്ടതുണ്ട്. കൗമാരക്കാരായ കുട്ടികളെ സംബന്ധിച്ച് മാതാപിതാക്കളെക്കാൾ കൂടുതൽ അവരെ സ്വാധീനിക്കാവുന്നത് കൂട്ടുകാരും അധ്യാപകരുമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുന്നതിൽ അധ്യാപകർക്കുള്ള പങ്ക് വളരെ വലുതാണ്. പക്ഷേ അധ്യാപകർ തന്നെ ലഹരി മയക്കുമരുന്ന് സംഘടനകളുടെ കണ്ണികളാകുന്നു എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടാണിരിക്കുന്നത്. പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഭദ്രമാക്കേണ്ടതുണ്ട്. പാഠപുസ്തകം കുട്ടികൾക്ക് സമഗ്രമായിട്ടുള്ള അറിവ് നൽകത്തക്ക രീതിയിൽ അത് സെക്കുലർ പാഠപുസ്തകങ്ങളും നമ്മളുടെ വിശ്വാസ പരിശീലന മേഖലയിലെ പാഠപുസ്തകങ്ങളുമൊക്കെ പുനഃക്രമീകരിക്കേണ്ട ആവശ്യകതയും ഉണ്ട് എന്ന് നമുക്ക് എല്ലാം അറിയാം. നിയമപാലകർ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. മാസം തോറും കേസുകളുടെ എണ്ണം കൂടി വരികയാണ്. എന്തുമാത്രം പണമാണ് കേസുകൾ വഴി നമ്മുടെ സഭയും സമുദായവും നഷ്ടപ്പെടുത്തുന്നത്. എത്ര കോടി രൂപയാണ് നഷ്ടപ്പെടുന്നത്. അനാവശ്യമായ കേസുകളിൽ പോയി ചാടുകയാണ്. ജയിലിലേക്ക് പോലും സുഗമമായി കഞ്ചാവ് എത്തുന്നു എന്നുള്ള സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ കാക്കിയോട് പോലും സമൂഹത്തിന് ആദരവ് നഷ്ടപ്പെടുകയാണ്. ലഹരി മയക്കുമരുന്ന് വേട്ട തങ്ങളുടെ ഉത്തരവാദിത്വമാക്കാൻ പോലീസ് എക്സൈസ് സംഘങ്ങൾ സംയുക്തമായി കൈകോർക്കേണ്ടതുണ്ട്. വല്ലപ്പോഴും ഒരു ലഹരി വേട്ട നടത്തി അതിൻ്റെ വാർത്ത മാധ്യമങ്ങളിൽ വന്നാൽ തൃപ്തിയടയുന്ന ഒരു പ്രസ്ഥാനമായിട്ടിന്ന് നിയമപാലകരും മാറുകയാണ്. പലപ്പോഴും പിടിയിലാകുന്നത് മയക്കുമരുന്ന് വാഹകരായിരിക്കും. വൻ മാഫിയ സംഘങ്ങൾ അപ്പോഴും സുരക്ഷിത താവളത്തിൽ തന്നെ ഉണ്ട്. അവർക്ക് വലിയ അധികാര ശക്തി കൂട്ടത്തിലുണ്ട് എന്നുള്ള ഉറപ്പിൽ തന്നെയാണ്. അവർ ഇവയുടെ വിൽപ്പനയ്ക്കായി പുതിയ ഇരകളെ കണ്ടെത്തുകയും ചെയ്യും. മയക്കുമരുന്നുമായി വരുന്നവരെ പിടിക്കുന്നതല്ലാതെ ഇവരുടെ താവളങ്ങളിൽ പോയി പോലീസോ എക്സൈസോ റെയ്ഡ് നടത്തിയിട്ടുണ്ടോ എന്ന് ഇപ്പോഴും സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വലിയ ദുരന്തമാണിത്. അയൽപക്ക രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ ഗുജറാത്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ എത്തുന്നത് ഏതാണ്ട് മിക്കവാറും കേരളത്തിലേക്കാണ് വരുന്നത്. അത് നമ്മെ സംബന്ധിച്ച് നമ്മളുടെ എല്ലാ പ്രതീക്ഷയും നശിപ്പിക്കുന്ന വിധത്തിലാണ്. ലഹരിയുടെ ഉപയോഗം വ്യക്തിയുടെ ആരോഗ്യവും ജീവിതവും നശിപ്പിക്കുന്നു എന്ന് നമ്മുടെ യുകാറ്റിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യവും നമ്മൾ മറക്കരുത്. ഇവിടെ വാറ്റിക്കാൻ II കാര്യമെല്ലാം പിതാവ് പറഞ്ഞു. പരിശുദ്ധ പിതാക്കന്മാർ നിരന്തരമായിട്ട് പറയുന്ന കാര്യം, ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് ലഹരി വ്യാപാരികളെ മർഡറേഴ്സ് ആൻഡ് ക്രിമിനൽസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ദേ ആർ മർഡറേഴ്സ് ആൻഡ് ദേ ആർ ക്രിമിനൽസ്. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിൻ്റെ വാക്കുകളാണ്. അതുകൊണ്ട് നമ്മൾ മറ്റാരെയും കുറ്റപ്പെടുത്താതെ നമ്മൾ ഗൗരവതരമായ രീതിയിൽ ഒരു പുനഃപരിശോധനയ്ക്ക് തയ്യാറാകണം. സോഷ്യൽ മീഡിയയും സിനിമകളും നമുക്കൊക്കെ വളരെ പരിചയമുള്ള കാര്യമാണ്. പരിധിക്കപ്പുറമുള്ള സ്വാതന്ത്ര്യബോധം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ സോഷ്യൽ മീഡിയയും സിനിമകളും ശ്രമിക്കുന്നു എന്നത് സത്യമാണ്. ഓരോ കുട്ടിയും ഓരോ സ്വതന്ത്ര ജീവിയാണെന്നും സ്വന്തം ഇഷ്ടത്തിനാണ് ജീവിതം മുമ്പോട്ട് പോകേണ്ടത് എന്നുമുള്ള ചിന്ത ഇന്ന് കുട്ടികളിൽ വളർന്നു വരികയാണ്. ജീവിതം പരമാവധി സന്തോഷം അനുഭവിക്കുവാനും ആസ്വദിക്കുവാനുമുള്ളതാണെന്ന ധാരണ കുട്ടികളിൽ വളർന്നു വരുന്നു. പരമ്പരാഗത മൂല്യങ്ങളെ അവർ പുച്ഛിച്ച് തള്ളുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അന്യസംസ്ഥാനങ്ങൾ വഴി കേരളത്തിലേക്ക്
മയക്കുമരുന്നുകൾ വ്യാപിക്കുന്നു എന്നത് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഗുജറാത്ത് തീരത്തു നിന്ന് മാത്രം പിടികൂടിയത് 9,680 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നാണ്. ഒന്നോർത്ത് നോക്കുക. അതാണ് അവസ്ഥ. അതുകൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങളെ ഭദ്രമായിട്ട് സൂക്ഷിക്കണം. കൂടുതൽ കുട്ടികൾ ഉണ്ടാകണം. കുട്ടികളോട് കൂടെ മാതാപിതാക്കൾ സമയം ചെലവഴിക്കണം. കുട്ടികൾക്ക് വേണ്ടിയാണ് മാതാപിതാക്കൾ ജീവിക്കുന്നുള്ള ആ ഒരു സംതൃപ്തി അവർക്കുണ്ടാകണം. അപ്പോഴാണ് ഇന്ന് ഈ പ്രോ ലൈഫ്, ഈ തിരുനാൾ ദിവസം തിരുക്കുടുംബത്തിൻ്റെ ആ ഒരു പരിശുദ്ധിയിൽ നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നതെന്നുള്ള ആ കാരണത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അടയാളത്തിൻ്റെ ഒരു തെളിവായിട്ട് കൂടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് സാധിക്കണം. ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് ജീവൻ. ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകവും ദൈവവും തിരുക്കുടുംബവും ഒക്കെ പറയുന്ന കാര്യം. ദൈവം തന്ന കൽപ്പന കൊല്ലരുത്. ഇന്ന് എത്ര നിസ്സാരമായിട്ടാണ് ആ കൽപ്പനയെ ആളുകളെല്ലാം എടുക്കുന്നത്. ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുവാനുള്ള ഒരവസരമായിട്ട് നമ്മുടെ ഈ കൂടിവരവിനെ എല്ലാവരും എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രഗത്ഭരായ ആളുകളുടെ ഒരു നിര KCBCയോട് ബന്ധപ്പെട്ട മുല്ലശ്ശേരി പിതാവിൻ്റെ ആ ഒരു കാര്യക്ഷമതയുടെ അടയാളം കൂടിയാണിത്. ഇത്ര പ്രൗഢഗംഭീരമായ രീതിയിൽ ഇത് ക്രമീകരിച്ചത്. ഇവിടെ ഇതിന് പ്രത്യേക നേതൃത്വം കൊടുത്ത നരിതൂക്കലച്ഛനെയും മറ്റു വിശാരണയും ഒക്കെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ബഹുമാനപ്പെട്ട ജോസ് കോട്ടയിലച്ഛൻ്റെ കാര്യം ഇവിടെ പലതവണ എല്ലാവരും പറഞ്ഞു. അദ്ദേഹവും ആനിക്കോടിക്കാട്ടിൽ പിതാവും പിന്നീട് സബു ഒക്കെ ചേർന്നുള്ള വലിയ പ്രവർത്തനങ്ങളാണ് നമ്മളെ ഇത്ര ഗംഭീരമായ രീതിയിൽ ഇത് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കമ്മീഷനായിട്ടും പ്രൊജക്റ്റായിട്ടും സഭയുടെ KCBCയുടെ ഐഡൻറ്റിറ്റിയുടെ ഒരു ഭാഗമായിട്ടും മാറിയത്. ഞങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു. പരിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിക്കുന്നു.